ഓം ശാന്തി 22/5/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ കർമാതീതരായി തിരിച്ചു പോകണം. ഇതിനായി ഉള്ളിലൊരു കുറവും ബാക്കിയുണ്ടാകരുത്. സ്വയം ചെക്ക് ചെയ്ത് കുറവുകളെ മാറ്റിയെടുക്കൂ. നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത് നാം കർമാതീതമാകുമ്പോഴാണ്. കർമാതീതം എന്നാൽ കർമ്മം ചെയ്യുകെ കർമ്മത്തിന്റെ ഒരു പ്രഭാവവും നമ്മളിൽ വരാതിരിക്കുക എന്നത്. നിഷ്പക്ഷമായി കർമ്മം ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്ഥിതി കൊണ്ടുവരുന്നതിന് നമ്മളുടെ ഉള്ളിൽ ഒരു കുറവും ഉണ്ടായിരിക്കരുത്. കുറവുകളെ മാറ്റിയെടുക്കുന്നതിന് നാം ബാബയിൽ നിന്ന് സഹായമെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മാറ്റിയെടുക്കാനുള്ള ജോലി നാം സ്വയം തന്നെയാണ് ചെയ്യേണ്ടത്. അതിനാൽ നമ്മളുടെ ഉള്ളിൽ ചെക്ക് ചെയ്യണം എന്തെല്ലാം കുറവുകളാണ്. അവയെ സ്വചിന്തനം ചെയ്ത് മാറ്റിയെടുക്കണം. ചോദ്യം: ഏതവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് പരിശ്രമം ആവശ്യമുണ്ട്? അതിന്റെ പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു വസ്തുവും മുന്നിൽ വരരുത്. കണ്ടുകൊണ്ടും കാണരുത്. ദേഹത്തിലിരിക്കെ ആത്മ അഭിമാനി ആയിരിക്കണം. ഈ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് സമയം എടുക്കുന്നു. ബുദ്ധിയിൽ ബാബയും വീടുമല്ലാതെ മറ്റൊരു വസ്തുവും ഓർമ്മ വരരുത്. ഇതിനായി അന്തർമുഖിയായി തന്റെ തന്നെ ചെക്കിംഗ് ചെയ്യണം. തന്റെ ചാർട്ട് വയ്ക്കണം. നാം ഈ സൃഷ്ടിയിൽ എന്തെല്ലാം കാണുന്നുവോ, ആരെയെല്ലാം കാണുന്നുവോ, അവരിൽ പലരെയും നാം നമ്മുടേത്, പല വസ്തുക്കളും നാം നമ്മുടേത്, എന്റേത് എന്ന് കരുതി ചിന്തിക്കാറുണ്ട്. ആ ചിന്തയെയാണ് നാം തീർക്കേണ്ടത്. എന്റേത് എന്ന വാൽകഷ്ണം എപ്പോൾ വരെ ഉണ്ടോ അപ്പോൾ വരെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും, എല്ലാ വസ്തുക്കളും ഓർമ്മ വരും, എല്ലാവരെയും ഓർമ്മ വരും. ഇതിനായി ബാബ പറയുകയാണ്, തീർച്ചയായും പരിശ്രമിക്കണം. എന്ത് പരിശ്രമമാണ് വേണ്ടത്? ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അതൊന്നും കൺമുന്നിൽ, അതായത് ബുദ്ധിയിൽ വരരുത്. ഇതിനായി ആത്മ അഭിമാനി ആയിരിക്കണം. ഈ ഒരു ആത്മ അഭിമാനി സ്ഥിതി ഉണ്ടാക്കിയെടുക്കുന്നതിന് തീർച്ചയായും സമയമെടുക്കും. നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ബാബയും നമ്മുടെ വീടുമല്ലാതെ മറ്റൊരു വസ്തുവും വരരുത്, ഒരു കാര്യവും വരരുത്, ഒരു വ്യക്തിയും വരരുത്. ഇതിനായി നാം അന്തർമുഖരായി നമ്മുടെ തന്നെ ചെക്കിംഗ് ചെയ്യണം. നാം സ്വചിന്തനം ചെയ്യുന്നതിലൂടെ നാം നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം കുറവുകളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ ലഭിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾക്ക് ചാർട്ട് വയ്ക്കുകയും ചെയ്യാം. എന്നും ചാർട്ട് വയ്ക്കുന്നതിലൂടെ നമ്മൾ ശരിയായ ദിശയിലാണോ, ആ ദിശയിൽ മുന്നോട്ടാണോ പോകുന്നത് എന്നെല്ലാം ചെക്ക് ചെയ്യാൻ സാധിക്കും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. എല്ലാവരിൽ നിന്നും മമത്വം മാറ്റി ഒരു സ്നേഹിയായ ബാബയെ ഓർമ്മിക്കണം. അന്തർമുഖരായി തന്റെ കുറവുകളെ ചെക്ക് ചെയ്ത് മാറ്റിയെടുക്കണം. വാല്യുബിളായ വജ്രമാകണം. 2. ഏതുപോലെ ബാബ നമ്മൾ കുട്ടികളെ അലങ്കരിക്കുന്നുവോ ഇതുപോലെ എല്ലാവരെയും അലങ്കരിക്കണം. മുള്ളുകളെ പുഷ്പമാക്കുന്ന സേവനത്തിൽ ചേരണം. ട്രസ്റ്റിയായി ഇരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുകയാണ്, നമ്മൾ സ്വയം മൂല്യവാനായ രത്നമാകണം. ഇങ്ങനെ മൂല്യമേറിയ രത്നമാകുന്നതിന് നമ്മളുടെ ഉള്ളിലുള്ള കുറവുകളെ നാം തന്നെ ചികഞ്ഞെടുത്ത് നാം തന്നെ അതിനെ ചിന്തിച്ച് മാറ്റിയെടുക്കണം. ഈ കാര്യം ചെയ്യാൻ മറ്റാർക്കും സാധ്യമല്ല, നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഏതുപോലെ ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ ശ്വാസമെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമുക്കായി മറ്റൊരാൾക്ക് അങ്ങനെ ചെയ്തു തരാൻ സാധിക്കില്ല. അതുപോലെ അന്തർമുഖിയായി തൻ്റെ തന്നെ പരിവർത്തനം ചെയ്യുക
നമ്മൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. എല്ലാ വസ്തുക്കളിൽ നിന്നും, എല്ലാ കാര്യങ്ങളിൽ നിന്നും, എല്ലാ വ്യക്തികളിൽ നിന്നും മമത്വം മാറ്റിയെടുത്ത് ഒരു സ്നേഹിയായ ബാബയെ ഓർമ്മിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബ നമ്മളെ ധാരാളം സ്നേഹിക്കുന്നുണ്ട്, ധാരാളം ശക്തികൾ തരുന്നുണ്ട്, ധാരാളം ബഹുമാനിക്കുന്നുണ്ട്, നന്നായി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നുമുണ്ട്. നമ്മൾ കുട്ടികളും മറ്റുള്ളവരോട് ഇതുപോലെ ആയിരിക്കണം. അവർക്കും സ്നേഹം നൽകണം, ബഹുമാനം നൽകണം, ജ്ഞാനരത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. ഒപ്പം മുള്ളിൽ നിന്ന് പുഷ്പമാകുന്ന സേവനം ചെയ്യണം. നാം സ്വയം സൂക്ഷിപ്പുകാരനാണ്, ട്രസ്റ്റിയാണ് എന്ന് മനസ്സിലാക്കണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ ഏകവ്രതയുടെ പാഠത്തിലൂടെ ആത്മീയ റോയൽറ്റിയിലിരിക്കുന്ന സമ്പൂർണ്ണ പവിത്രരായി ഭവിക്കട്ടെ. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഏകവ്രതയുടെ പാഠം ഉറപ്പിച്ച് പ്യൂരിറ്റിയുടെ റോയൽറ്റി ധാരണ ചെയ്യൂ. എങ്കിൽ മുഴുവൻ കൽപ്പത്തിലും ഈ ആത്മീയ റോയൽറ്റി ഒപ്പമുണ്ടാകും. താങ്കളുടെ ആത്മീയ റോയൽറ്റിയും പ്യൂരിറ്റിയുടെയും തിളക്കം പരംധാമത്തിൽ സർവ ആത്മാക്കളിലും ശ്രേഷ്ഠമാണ്. ആദികാലത്തിൽ ദേവതാ സ്വരൂപത്തിൽ ഈ പേഴ്സണാലിറ്റി വിശേഷമായിരുന്നു. പിന്നെ മധ്യകാലത്ത് താങ്കളുടെ ചിത്രങ്ങളിൽ വിധിപൂർവമായ പൂജ ഉണ്ടാകുന്നു. ഈ സംഗമയുഗത്തിൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരം പ്യൂരിറ്റിയുടെ റോയൽറ്റിയാണ്. ഇതിനാൽ എപ്പോൾ വരെ ബ്രാഹ്മണ ജീവിതം ജീവിക്കുന്നുവോ അപ്പോൾ വരെ സമ്പൂർണ്ണ പവിത്രരായി ഇരിക്കുക തന്നെ വേണം. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റേത് മാത്രമല്ല, മുഴുവൻ കൽപ്പത്തിലും ഏറ്റവും വിശിഷ്ടമായ സ്ഥാനത്തിരിക്കുന്നതിനുള്ള യോഗ്യത നമ്മൾക്ക് നൽകുന്നത് പവിത്രതയുടെ വ്യക്തിത്വമാണ്. പവിത്രത എന്നാൽ ഏകവ്രതയുടെ പാഠം ഉറപ്പിക്കുക എന്നതാണ്. ആർക്കാണോ ഒരു ബാബ രണ്ടാമതൊന്നില്ല, രണ്ടാമതാരുമില്ല എന്നത് ഉറപ്പായിട്ടുള്ളത്, അവരിൽ പ്യൂരിറ്റിയുടെ റോയൽറ്റി, അതായത് രാജകീയത ഉണ്ടായിരിക്കും. അത് മുഴുവൻ കൽപ്പത്തിലും ഉണ്ടായിരിക്കും. അനാദികാലത്ത് പരംധാമത്തിലിരിക്കുമ്പോൾ ആരാണോ സംഗമയുഗത്തിൽ പവിത്രമായിരുന്നത്, അവരുടെ തിളക്കം എല്ലാവരുടെ തിളക്കത്തെക്കാളും ശ്രേഷ്ഠമാണ്. ആദികാലത്ത് ദേവതാ സ്വരൂപത്തിലും പവിത്രതയുടെ വിശേഷത ഉണ്ടായിരുന്നു. മധ്യകാലത്ത് ഈ പവിത്രതയുടെ ആധാരത്തിൽ വിധിപൂർവമായ പൂജ നമ്മുടെ തന്നെ ജഡചിത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. സംഗമയുഗത്തിൽ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആധാരമെന്നത് ഈ പവിത്രതയുടെ റോയൽറ്റിയാണ്. അതിനാൽ ഈ പവിത്രതയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, വളർത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എപ്പോൾ വരെ ജീവിക്കുന്നുവോ അപ്പോൾ വരെ സമ്പൂർണ്ണ പവിത്രരായിരിക്കണം. സ്ലോഗൻ: താങ്കൾ സഹനശീലതയുടെ ദേവനും ദേവിയുമാകൂ, എങ്കിൽ അപമാനിക്കുന്നവരും ആലിംഗനം ചെയ്യും. ആര് എന്തു തന്നെ തന്നാലും നമ്മൾക്ക് എന്താവശ്യമുണ്ടോ അതാണ് നാം എടുക്കേണ്ടത്. അത് വസ്തുക്കളിൽ മാത്രമല്ല, വാക്കുകളിലും പെരുമാറ്റത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു വാക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ അത് നമ്മൾ എടുക്കാതിരിക്കുക. ഇതിനെയാണ് സഹനശീലത എന്ന് പറയുന്നത്. ആരാണോ ഈ സഹനശീലത ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്, അവരെ ആര് തന്നെ എത്ര അപമാനിച്ചാലും ആ അപമാനിക്കുന്നവർ തന്നെ പിന്നെ അവരുടെ ഹിതൈഷിയായി തീരുന്നു. ഓം ശാന്തി.